ആ ബിബിയെ എന്തോ എന്റെ പൊന്നു ബിബി എന്നാണ്ട് വിശേഷമൊക്കെ? നല്ല അടിപൊളിയായിട്ട് സൂപ്പർ. ഈ ഇരിപ്പോ പണിക്കൊക്കെ പോകാൻ പറ്റില്ല. അല്ല എപ്പോ വന്നാലും ഇവിടെ കാണാം. അതാ ചോദിച്ചത് എന്നാണ്ട് വിശേഷമൊക്കെ? കുറെ പണി എടുത്താടാ അങ്ങനെ അവസാനം ഇവിടെ വന്നിരുന്നത്. പിന്നെ വിശേഷമായിട്ടിരിക്കുന്നു. ഒരു ശകലം പണി ഉണ്ടായിരുന്നു. മനയിലായത് ഇപ്പൊ എന്താ പണി? ഈ മനയില് എന്റെ പൊന്നോ വല്ല അറിഞ്ഞിട്ടാണ് ഇപ്പൊ പരിപാടി പിടിച്ചത്. അല്ല പെയിന്റിങ് അറിയാൻ പറ്റില്ല. ഞാൻ ചുമ്മാ അതല്ലെന്ന് ഈ മനേനെ പറ്റി അറിയാവോ? അവിടെ 2 പെൺപിള്ളേർ മരിച്ച സ്ഥലമാണ്. അത് കൊന്നാണ് അവിടെ. നൈറ്റും പിടിച്ചു വെച്ചേക്കണ്. അയ്യോ അത് ഇതായിരുന്നു. എന്റെ ദൈവമേ, ഞാനാണ് ഇത് അറിയാതെ. ഞാൻ 2 ദിവസമായിട്ട് അതിനകത്ത് കിടന്ന് പണിയും കൂടെ ചെയ്ത് എന്തോ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി പോകണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പണി തീർത്തോണ്ട് അഡ്വാൻസ് മേടിച്ചല്ലേ ഞാൻ. ഞാൻ മന്നോ വേണ്ട വേണ്ട, ഏണി ആവശ്യത്തിനുണ്ട്. ഞാൻ പോയിട്ട് എനിക്കാണ് എനിക്ക് എന്തോ ചെയ്യൂ. ദൈവം ഇതൊക്കെ നേരത്തെ അറിഞ്ഞിട്ട് വേണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടി. പിള്ളേർക്ക് മൊബൈൽ കളിക്കാൻ കൊടുത്ത കുഴപ്പമില്ല. റിംഗ് ടോൺ അങ്ങ് മാറ്റിയിട്ട്. 1 മിനിറ്റ്. ഹലോ ഹലോ ഹലോ, ആരായിരുന്നു? ഞാനായിരുന്നു. എന്നായിരുന്നു? ഒന്നുമില്ല. ആരാണ്? ഒരു കാര്യമില്ല. എനിക്കൊരു സമാധാനം എന്ന് പറയുന്നില്ല. നീ മതിലും കൂടെ അടിച്ചു തീർത്ത് ഇങ്ങനെ തീരുമാനമാകുന്ന കേസുകളായിരുന്നു. ഓ ഇല്ല, പേടി കാരണം പെയിന്റ് എടുക്കാൻ വേണ്ടി മറന്നുപോയി. പൊന്നു ദൈവം തമ്മിലാണ്. ഏത് നേരത്താണോ ഇങ്ങോട്ട് വന്ന് പെയിന്റ് അടിക്കാൻ വേണ്ടി തോന്നിയത്? പണ്ടാരം ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്. ആരും പറഞ്ഞിരുന്നെങ്കിലും മതിയായിരുന്നു. കഴിഞ്ഞായിരുന്നോ? സോറി, മൂക്കിന്റെ അകത്ത് കണ്ണാടി അതുകൊണ്ടാണ്. കഴിഞ്ഞായിരുന്നു. ആരാ മനസ്സിലായില്ല? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ഈ ഇല്ലത്തിന്റെ ഓണറാണ്. ഇല്ലാത്തതിനെന്തിനാ ഓണർ? ഉള്ളതിനല്ലേ ഓണർ. അതല്ലെന്ന്, ഞാൻ ഇതിന്റെ ഓണറാണ്. യൂറോപ്പിൽ നിന്ന് ക്ലീറ്റസ്. ആദ്യമായിട്ടാണ് യൂറോപ്യൻ ക്ലോസറ്റ് വർത്താനം പറയുന്നത് കേൾക്കുന്നു കേട്ടോ. അതല്ലെന്ന്, ഞാനാണ് ഈ ഇല്ലം മേടിച്ചിരിക്കുന്നത്. എന്റെ ദൈവം തമ്പുരാനെ, ഞാനാണ് ഈ മുന മേടിച്ചത്. മൊനയോ? മൊനയല്ല, മീൻസ് തടഞ്ഞതാ. മന മേടിച്ചത്. മന മേടിച്ചതോ? ഞാൻ എന്റെ ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കാനായിട്ട് മേടിച്ചതാണ്. സാറേ, ഞാൻ എല്ലാ പണികളും ഞാൻ ഇവിടെ കണ്ടു ഒറ്റയ്ക്ക് ചെയ്തത്. സാർ അത് മനസ്സിലാക്കണം. ഒരൊറ്റ മനസ്സിലായിട്ട് ഞാൻ ഇവിടെ കണ്ടു പണിതത്. എല്ലാം അടിച്ചോ? എല്ലാം അടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പുറത്തെ അടുക്കള വാതിലെല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട്. 10-16 മുറി ഇത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് അടിക്കുമായിരുന്നു. അറിയോ സാർ? ഓക്കെ, ഞാൻ ഗോപകുമാറിനോട് പറഞ്ഞിരുന്നു. അകത്തെ അത്തളപുത്തളം അടിച്ചായിരുന്നോ? അത്തളപുത്തളം അടിച്ചോ? അത്തളപുത്തളം എന്ന് വെച്ചാൽ വെള്ളം എല്ലാം കൂടെ 4 സൈഡിൽ അകത്തോട്ട് വന്ന് വീഴത്തില്ല. അതടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം ഞാൻ ചെയ്തു. ആ സ്റ്റെപ്പ് അടിച്ചൊന്ന് കാണിക്കാമോ? എന്തായാലും ഞാൻ കൂടുതൽ തരാം. 500 രൂപ ഗോപം പറഞ്ഞതിനെക്കാട്ട് കൂടുതൽ ഞാൻ തരും. ആണോ? സ്റ്റെപ്പ് അടിച്ചൊന്ന് കാണിക്കണേ. നമുക്ക് ഇതിലേ പോവാം. വീട്ടിൽ ഓമയ്ക്ക കിട്ടുമോ? എന്തിനാ? ഓരോ പീസ് കഴിക്കുക. ക്രിമികടിക്ക് ബെസ്റ്റ് ആണ്. അല്ല സാർ, സ്റ്റെപ്പ് അടിച്ച് കാണിച്ചാൽ 2ാം നില 3ാം നിലയിലോട്ടുള്ള സ്റ്റെപ്പ് അടിച്ചോ? എന്റെ സാർ, ഇതെല്ലാം കൂടെ എന്റെ കൈ നിൽക്കില്ല. സാർ മനസ്സിലാക്കുക. എടാ, നിന്നോട് വീട് പൊക്കിയെടുത്ത് അടിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ അടിക്കാനാണ് പറഞ്ഞത്. ഇല്ല സാർ, സാറിനത് പറയാം. ഞാൻ ഇത് അറിഞ്ഞിട്ടുള്ള കാര്യമല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പണി വരുന്നു, ഒറ്റയ്ക്ക്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? സാർ ഇത് എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് സാർ ഈ സാധനമൊക്കെ മേടിച്ചത്. നീ വന്നേ. ഇവിടെ ഉണ്ടല്ലോ, സാറിന് അറിയാൻ മേലത്തെ വലിയൊരു കഥയുണ്ട്. അത് അറിയാതെ വന്ന് ഞാൻ ഒരുത്തനാണ് ഞാൻ. എന്തോ കഥ? എന്റെ സാറേ, ഈ വീട്ടിൽ പ്രേതശല്യമുണ്ട്. അതൊക്കെ ചുമ്മാ പറയുന്ന, ആരും മേടിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നത്. ആണ്ട് സത്യമായിട്ട് ഇവിടെ നാട്ടുകാരോട് ചോദിച്ചാൽ അവര് പറഞ്ഞൊരു തമാശയല്ല. അതായത് ഇവിടെ ഒരു ലക്ഷ്മിക്കുട്ടി ഉണ്ടായിരുന്നു. ഏത് കമ്പനിയുടെ ആയിരുന്നു? എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് അല്ല, പിന്നെ ഇവിടെ ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന ഒരു തമ്പുരാട്ടി ഉണ്ടായിരുന്നു. ഇവിടെ മരം വെട്ടാൻ വേണ്ടി ഒരാൾ വന്നായിരുന്നു. രാമു വന്നോ? അതെങ്ങനെ അറിയാം? മരം വെട്ടാൻ വരുന്നവൻ ആരോ അവൻ രാമു. അപ്പൊ ഈ മരം വെട്ടാൻ വന്ന രാമുവായിട്ട് ലക്ഷ്മിക്കുട്ടി തമ്പുരാട്ടിക്ക് ഒരു ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധത്തിൽ ലക്ഷ്മിക്കുട്ടി തമ്പുരാട്ടി ഗർഭിണിയായിരുന്നു. ഇതറിഞ്ഞ അപ്പം തമ്പുരാൻ ശങ്കരൻ തമ്പിയാണോ? അതാരാ? എല്ലാ കഥയിലും വില്ലൻ ശങ്കരൻ തമ്പി തന്നെ. അപ്പൊ ഈ ശങ്കരൻ തമ്പി എന്ത് ചെയ്തു? ഈ അമ്മയെയും മകളായ ലക്ഷ്മിക്കുട്ടി തമ്പുരാട്ടിയെയും കഴുത്തിൽ തുണി ചുറ്റി വെള്ളത്തിൽ മുക്കി വെച്ചു. സോപ്പൂടിയായിരുന്നു. അതല്ലെന്ന്, വെള്ളത്തിൽ മുക്കി അവർ കൊന്നു. ഒടുവിൽ എന്ത് പറ്റി? ഈ അപ്പം തമ്പുരാനെ കൊല്ലാൻ വേണ്ടി കൗണ്ടർ അങ്ങ് അടിച്ചു. അതിനകത്ത് ലോജിക്ക് മിസ്റ്റേക്ക് ഉണ്ട്. ഇത്രയും കഥ പറഞ്ഞാൽ ലോജിക് ഉണ്ട്. ഈ തമിഴ്നാട്ടിൽ കിടക്കുന്ന കൗണ്ടർ ഇപ്പൊ ഇവിടെ എന്തിനു വന്നു? അതല്ല, ഇത്ര നേരം ഒരു മരിച്ച കാര്യം നമ്മളിങ്ങനെ പതുക്കെ ലാഗടിച്ച് ഒരു കയറ്റമില്ലാതെ വരുമല്ലായിരുന്നു. ഒന്ന് കയറി നിൽക്കാൻ വേണ്ടി ഞാനൊരു കൗണ്ടർ അങ്ങ് അടിച്ചു വെച്ചതാ. എന്നിട്ട് കേറിയോ? ഇല്ലെന്നുള്ള കാര്യം ഇവിടുത്തെ സൈലന്റ് വെക്കുമ്പോ അറിയാലോ. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നു, ഈ പറഞ്ഞ കഥ ജിനുവിനുള്ളതാ. അത് ജിനുവിന് മാത്രമുള്ളതാ. അനീഷ് കാവിന്റെ മണ്ടക്കൊണ്ട് വെക്കരുത്. ഞാൻ അങ്ങനല്ല പറഞ്ഞത് സാറേ. അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല സാർ. ഇവിടെ കിടന്ന് പണിയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വിട്ടു. എടാ, അതല്ല, ഇതെല്ലാം ഒന്ന് അടിക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ. സാർ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളൂ. അല്ലെ, ഫാമിലി വരും. അവള് സുണ്ടേ വരുന്നുണ്ട്.
ലിഫ്റ്റിക് ആണോ അവര്? ആര്? ചുണ്ടേ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സുണ്ടേൽ വരും. SUNDEAY. അയ്യോ സാറേ, അതിന് പേര് സൺഡേ. സുണ്ടേ വരും. അവളും ഞാൻ എന്റെ മോളെ കല്യാണം ഇവിടെ നടത്താൻ വേണ്ടിയാണ്. ആണല്ലേ? നാട്ടിൻപുറത്ത് വെച്ചാണ്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും 2 മക്കളാ. ഒരാണും ഒരു പെണ്ണും. അപ്പൊ ആ മോളെ കല്യാണം ഒടിച്ച് നടത്താൻ വേണ്ടിയാണ്. മൂത്തവള് പായല്. രണ്ടാമത്തതോ? നന്ദൂട്ടൻ. അയ്യോ, ഞാൻ കഴിക്കല്ലോ. ഞണ്ടുകൂട്ടാനേ, ഞാനത് ഇഷ്ടമല്ല. ഞണ്ടുകൂട്ടാനല്ല, നന്ദൂട്ടാൻ. മോടെ കല്യാണം നാട്ടിൻപുറത്ത് വെച്ച് നടത്തണം. ഭാര്യക്ക് ഒരേ നിർബന്ധം. സാറേ, നാട്ടിൻപുറത്ത് വെച്ച് നടത്തിക്കോ. ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം ഈ ഇല്ലത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ മരുമോന് ജോലി വല്ലതും? മരുമോനുണ്ട്. എന്തോ ജോലി? അയ്യോ സാറോ. ഓ എന്റെ പൊന്ന് സാറേ, എന്നെ സാറേ എന്തിനാ വിളിക്കുന്നത്? ഞാൻ അത് അങ്ങനെയാണോ? ഒരു തൊഴിലാളിയല്ലേ? അങ്ങനെയല്ല. പിന്നെ അങ്ങ് തുമ്പേല. ഓലഞ്ഞാലിക്കിളിയാണോ? എന്തുവാ നിങ്ങളുടെ മരുമൻ തുമ്പേ നിൽക്കുവാന്ന് പറഞ്ഞു? ISRO റോക്കറ്റ് വിടുന്നു. ഓ, ISRO ആണല്ലേ? പിന്നെ അത് പറയണ്ടേ? സാർ മാത്രമേ വന്നോളൂ അതോ? അല്ല, എന്റെ വൈഫുണ്ട്. വൈഫ് ആണല്ലേ? അവള് പൈലറ്റാ. അയ്യോ, എന്നെ ഒന്ന് കാണിക്കണേ. എന്തുവാ? വൈലറ്റ് നിറമുള്ള വൈഫിനെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. പൈലറ്റ് അങ്ങ് വിമാനം ഓടിക്കുന്നു. ഓ, വിമാനം. ഓക്കെ. അതെന്നാ കാണിച്ചു? രാവിലെ താക്കോൽ അവള് തന്നില്ല, താഴോട്ട് ഇട്ട് തന്നു. ഇവിടെ പുതിയല്ലേ? ഞാനിവിടെ പുതിയതാ. താക്കോലില്ലാത്ത സാധനം ഒന്നും ഇവിടെ പോകത്തില്ല, അത് ചിന്തിക്കണം. കേട്ടില്ലല്ലേ? ഞാനും കൂടെ കമ്പനിക്കും. അത് വിട്, നമ്മൾ ഇതിന് വേറെ കാര്യങ്ങളുണ്ട് സാറേ. സാറൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇയാൾ പണിയാൻ നോക്കി സാറേ. ഞാൻ അങ്ങനെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്റെ ബുദ്ധിമുട്ട് സാറിന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് പണിയാൻ പറ്റത്തില്ല സാറേ. ഒന്നാമത്തെ കാര്യം, ആ പെണ്ണുങ്ങളുടെ ഒക്കെ പ്രേതബാധയൊക്കെ ഉള്ള സ്ഥലം സാർ. അതൊന്നുമില്ല, നീ അതെല്ലാം പറഞ്ഞു. ഒരു തരത്തിൽ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യാനതുപോലെ. നീ വന്നേ കാര്യം പറഞ്ഞു കേൾക്ക്. എന്തുവാ? ഇതിനകത്ത് ഒരു റോസ ചെടി അപ്പുറത്ത് വെക്കണം. ഇതിനകത്ത് ഒരു ജമന്തി അവനകത്ത് വെക്കണം. എന്താണ് ഇതെവിടുന്നത്? ഏതാ ഇവിടെ കിടന്നോ? എന്റെ പൊന്ന് സാറേ, ഇതാണ് മറ്റേ വല്ല പ്രേതത്തിന്റെ ആത്മാവിനെ ആവാഹിച്ച് വെച്ചിരിക്കുന്നത് സാറ്. 2025 അതിന്റെ ഇടയ്ക്ക് പ്രേതം ഭൂതം ഞാൻ കാണിച്ചു. ഞാൻ ആവശ്യമില്ല, ഞാൻ പോവാ. നിങ്ങൾ ആരും വല്ല നോക്ക്. ഒരു കുഴപ്പവും ഇല്ല. നീ എന്തോ ഈ പറയുന്നു സാറേ? അതിനകത്ത് വേറെ ഇതിനകത്തൊരു റോസ, ഇവിടെ ഈ ഭാഗത്തൊരു റോസ, ഇവിടെ ഒരു ഇതാരടാ പൂച്ച ജമന്തി. ഇത്രയും വെച്ചാൽ മതി സാറേ. അതിനകത്ത് ആവാഹിച്ച് വെച്ചിരിക്കുന്നത് പണിയുള്ള പണിയാ. മനയുടെ താക്കോൽ എന്റെ അല്ലായിരുന്നു. സോറി, തുറന്നു കയറേ. എന്തോ ചെയ്യുന്നു? കുഴപ്പമില്ല സാറേ, ഇനി ധൈര്യമായിട്ട് കയറിക്കുന്നു. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ധൈര്യമായിട്ടിരിക്കും സാറേ. നീ ആളെ കളിയൊക്കെ വന്നോടാ. സാറേ നീ പേടിപ്പിക്കുക വന്നേ. സാറിന് വന്നേ. നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ പറഞ്ഞില്ല തുറക്കല്ലെന്ന് പറഞ്ഞില്ല. ഇവിടെ പ്രേതമുണ്ട്. ഇല്ല, ഇവിടെ എട്ടിയുണ്ട്. തമ്പുരാട്ടിക്കുട്ടി വന്നു സാർ. ഇവിടെ പനിക്കോള് വല്ലതും ഉണ്ടോ? ഇല്ല, സാറും കൊണ്ട് നടന്നേ. ഞാൻ പറഞ്ഞില്ല. നിനക്ക് എന്തോ പ്രശ്നം വരായിരിക്കും. ഇല്ല സാറേ, ഇവിടെ പ്രേതം ഉണ്ടായിരുന്നു. പ്രേതം വന്നിട്ട് പോയി. സത്യമായിട്ടും നീ പണിയാ നോക്കാം. നീ പണിയാ നോക്കിയാ. ഞാൻ കേട്ടതാന്ന് പറഞ്ഞില്ലേ? ദൈവം തമ്പുരാനെ, ഇവിടെ പ്രേതം വന്നത് ആരോട് പറഞ്ഞു? അബദ്ധം അടിച്ചായിരുന്നു. അബദ്ധം ആർക്കില്ല. പത്തായം അടിച്ചായിരുന്നു. പത്തായം എല്ലാം അടിച്ചു വെച്ചിരിക്കുക. എന്റെ ദൈവമേ, ഇനി പ്രേതം വന്ന് ഞാൻ ഇനി എന്തോ ചെയ്യുമെന്ന് പറ. ഉള്ള ജീവൻ കൊണ്ട് ഒരു മിനിറ്റ്. ഹലോ സുരേഷ്, നിനക്ക് ഇത്ര മന്ത്രം പറയായിരുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോടൊന്ന് പറയാൻ പറ്റുന്നത്. ഞാൻ ഈ പ്രേതബാധ പിടിച്ച വീട്ടിൽ നിന്ന് ഞാൻ രക്ഷപ്പെടത്തില്ലായിരുന്നു. മന്ത്രം ചൊല്ലിയല്ല, പിന്നെ ഞാൻ കട്ടർ റോഡിൽ കൂടെ ഓട്ടെ സാധനം മേടിക്കാൻ പോവാണ്. പൊന്നളിയാ, ഒന്ന് വാളിയാ. ഇവിടെ മറ്റേ പുള്ളിക്കാരൻ ആ സിനാപ്പി എല്ലാം കൂടെ തുറന്നേച്ചാണ്ട് ആ പെണ്ണുപിള്ള വന്ന് നിൽപ്പുണ്ട് ഇവിടെ. എന്റെ പൊന്നളിയ, എന്നെ അങ്ങോട്ട് വിളിച്ച കൊല്ലല്ലേ, ഞാൻ വരത്തില്ല. നീ എങ്ങനെ അവിടെ രക്ഷപ്പെട്ടു പോകാൻ? പൊന്നു ദൈവം തമ്പുരാനെ, ഞാൻ സാറേ സാറേ ഇത് എവിടെ പോയി കിടക്കണം? എനിക്ക് തലപ്രാന്ത് എടുക്കണം. ഞാനെല്ലാം ഇറങ്ങി പോകും.
വന്നേ ആട്ടെ ഇനി വന്നേ. എന്റെ പൊന്നു സാറേ കാണിക്കുന്നേ. നമുക്ക് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാം. എന്താ പറയുന്നത്? എന്റെ വയറ്റിൽ പടരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നാട്ടുകാരോട് വിളിച്ചു പറയും ഉറക്കെ. അതും കൂടെ ഉള്ള വരാൻ ബാക്കി എല്ലാം എന്റെ തലയിൽ ഇരിക്കുക. ഇനി വാ. എന്നത് നിന്റെ അച്ഛൻ വന്നടാ. നിന്റെ അച്ഛൻ വന്ന് ദൈവമേ. കേക്ക് ഇതെല്ലാം കേൾക്കാവോ? എന്തുവാ താഴേക്കടുത്ത് കാണിക്കുന്നത്? പറ്റുമെങ്കിൽ ഇതൊന്ന് കെട്ടിക്കാൻ മോനെ. എന്റെ ദൈവമേ ഞാൻ പറഞ്ഞില്ലേ ഇത് ആ പെണ്ണുപിള്ളാണ്. ആ പെണ്ണുപിള്ളാണ്. ചേട്ടാ ഒന്ന് കെട്ടിച്ചോ. ചേട്ടാ പോയി ചേട്ടാ. എന്റെ ദൈവമേ എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കാവോ? അയ്യോ 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 എന്നെ പോലെ ഇറങ്ങ. പണി 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 പണി. ഞാൻ പറഞ്ഞില്ലേ ആ പെണ്ണുപിള്ളേ അടുത്ത് പറഞ്ഞില്ലേ? ഇപ്പൊ ഇറങ്ങി പോയില്ലേ? എടാ നീ പണിയുന്നുണ്ടോ? ഞാൻ കോപനെ വിളിക്കാൻ പറയാം. ഇല്ല ഇപ്പൊ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ. ഇത് പ്രേതം കയറിയതാ. പ്രേതം കയറിയിട്ട് പോയതാ. എനിക്കറിയാം. ഇന്ന് ഞാൻ ഇവിടെ ആരെ വിളിച്ചാൽ ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇന്ന് ഇവന് മുഴുത്ത പ്രാന്ത. ഇവന്റെ ദേഹത്ത് പ്രാന്തം കൂടിയേക്കോ. പോയി രക്ഷപ്പെട്ടോ. എങ്ങോട്ടാണ് പറഞ്ഞ പോയി കോപനെ വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ. ഹലോ ഹലോ ഇങ്ങനെയുള്ള പണിക്കാരെ ഇവിടെ വിടില്ല കേട്ടോ. എന്താ സാറേ പ്രശ്നം? ഇവന് പ്രാന്താന്ന് തോന്നുന്നു. ഇവന് പ്രാന്താ കേട്ടോ. സാറേ ചെറിയൊരു പ്രശ്നമുണ്ട് സാർ. അത് ഞാൻ വേറെ ആരെങ്കിലും പണിക്കാരെ വിടാം. വേറെ ആരും എത്രയും പെട്ടെന്ന് വിടണം കേട്ടോ. വെച്ച കേട്ടോ. ഓക്കെ ഇങ്ങോട്ട് ഇറങ്ങി വേടാ. നിനക്ക് എന്താണ് പ്രാന്താ? ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. അത്താഴപ്പട്ടിക്കാരുണ്ടോ? ആരാ അത്താഴപ്പട്ടിക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നൂടെ പട്ടിണി ഇരിക്കല്ല. എന്നാ ചെയ്യാൻ? ഇങ്ങോട്ട് ഇറങ്ങി വേടാ. പ്രസാദേ അമ്മ തമ്പുരാട്ടി. ലക്ഷ്മിക്കുട്ടിയുടെ ഈ അമ്മത്തമ്പരാട്ടി 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ സന്ധ്യ സമയത്ത് വിളക്ക് വെച്ചതിന് ശേഷം ഉമ്മൻ തിങ്ങി നിൽക്കാൻ പാടില്ല. അതെന്താ? ഗന്ധർവന്മാര് ഗന്ധർവലോകത്തേക്ക് കൊണ്ടുപോകും നിന്നെ. ഈ എന്നെയോ? ലക്ഷ്മിക്കുട്ടി അമ്മയുടെ കാച്ചിയ എണ്ണ നീ കണ്ടിരുന്നു പോവും? ഇല്ല, നിങ്ങളുടെ കാച്ചിയ എണ്ണ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നീ വരിക. എന്താ ചെയ്യുക? അപ്പം തമ്പുരാൻ ന്യായാട്ട് കഴിഞ്ഞ് വരാൻ സമയമായിരിക്കണു. ഒരു കാര്യം ചെയ്യാ. അമ്മ തമ്പുരാട്ടി കുളത്തിൽ പോയി നീരാടിയിട്ടും വരാം. മാറുക. ഓക്കെ. തൊഴി ഈ നെക്ലസ് കാണുമ്പോൾ എന്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരുന്നു. വരൂ നമുക്ക് നീരാടി വരൂ വരൂ ഇങ്ങോട്ട്. ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ തമ്പുരാട്ടിയുടെ പ്രേതം മറ്റേ പ്രസാദിന്റെ ദേഹത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും ആശുപത്രി കൊണ്ട് കാണിക്ക്. എനിക്കതല്ല ഡൗട്ട്. അമ്മ തമ്പുരാട്ടിയും മറ്റേ മോളും ആണല്ലോ മരിച്ചത്. ആ മോടെ പ്രേതം ഇവിടെ ഉണ്ട് കേട്ടോ.